ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു റിവ്യൂ പറയുന്നത് ദാവീദ് എന്ന സിനിമയെ കുറിച്ചാണ്. ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത് ദീപു രാജീവൻ എഴുതി ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത സിനിമയാണ് ദാവീദ്. ഈ സിനിമയിൽ പ്രധാനമായിട്ട് അഭിനയിക്കുന്നവർ ആന്റണി വർഗീസ്, അതുപോലെ ലിജോമോൾ ജോസ്, വിജയരാഘവൻ, സൈജു കുറുപ്പ്, അതുപോലെ അജു വർഗീസ് തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായിട്ട് അഭിനയിക്കുന്നത്. നമ്മുടെ പെപ്പെ അല്ലെങ്കിൽ ആന്റണി വർഗീസ്, അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. ഈ സിനിമ മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓക്കെ ഫീലിംഗ് ആണ് എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. ഒരു മോശമില്ല, കൊടുത്ത പൈസയ്ക്ക് മുതലാക്കിയ ഒരു സിനിമ എന്നാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ അത്രയ്ക്കും വലിയൊരു ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സിനിമ തിയേറ്ററിൽ നിന്ന് ഒരു വലിയൊരു മൊമെന്റ് ഒന്നും കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നമുക്കൊന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡിഫറെന്റ് ത്രെഡ് ആയിട്ടുള്ള മൂവിയാണ്. നമ്മളിപ്പോൾ ഒരു ബോക്സിംഗ് മൂവി എന്ന് പറയാം. പക്ഷെ ഇതിനകത്ത് ഈ ബോക്സിംഗ് ചെയ്യാനുള്ള കാരണം ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് പ്രകടനങ്ങളിലേക്ക് വരാം, അത് കഴിഞ്ഞ് പോസിറ്റീവ് കഴിഞ്ഞ് നെഗറ്റീവിലേക്ക് വരാം. പ്രകടനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആന്റണി വർഗീസ് അദ്ദേഹം മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആക്ഷൻസും ഒക്കെ ബോഡിയൊക്കെ നല്ലതാണല്ലോ. പക്ഷെ അദ്ദേഹത്തിന് സൗണ്ട് പൊതുവെ അങ്ങനെ ആ ഒരു രീതിയിലുള്ള സൗണ്ട് അദ്ദേഹത്തിന് കുറച്ച് നെഗറ്റീവ് ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. സംഭാഷണങ്ങൾ നമുക്കൊരു സാധാരണ ഒരാൾ പറയുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് സൗണ്ട് വന്നിട്ടില്ല. പണ്ട് ബാബു ആന്റണിയൊക്കെ സംസാരിച്ച പോലെയുള്ള ഒരു രീതിയാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിന്റെ വൈഫായിട്ട് വന്ന ലിജോമോൾ ജോസ് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ ആ ഒരു ക്യാരക്ടർ ആ ഒരു ഡെപ്തിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി, ഇവരുടെ മകളായിട്ടൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ്, റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈജു കുറുപ്പുമായിട്ടുള്ള തുടക്കത്തിലുള്ള സീൻസ് ഒക്കെ ഈ ആന്റണി വർഗീസിന്റെ അത്ര നല്ലതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. അജു വർഗീസും കുറച്ച് മുഴച്ചു നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കോമഡി സീൻസ് ഒന്നും ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ നമുക്കൊരു പ്രത്യേക ഒരു അവസ്ഥയിലാണ് നായകൻ ഈ ഒരു ബോക്സിങ്ങിലേക്ക് വരുന്നത്. അതുപോലെ ഇതിന്റെ ക്ലൈമാക്സ് നന്നായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രഡിക്റ്റബിൾ ക്ലൈമാക്സ് പോലെയുള്ള ഒരു രീതിയിലേക്ക് ഈ സിനിമ വന്നിട്ടില്ല. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഗോലിയാത്തും ദാവീദും തമ്മിലുള്ള ഒരു കഥ ഒരു സ്കൂൾ ടീച്ചർ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതിനകത്ത് ഗോലിയാത്ത് ഒരുപാട് ആയോധന വിദ്യ അഭ്യസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ജയിക്കുന്ന ആളാണ്. പക്ഷെ അവസാനം ദാവീദ് വന്നിട്ട് അദ്ദേഹത്തിനെ മലർത്തി അടിച്ചു ജസ്റ്റ് ഒരു സെക്കൻഡില്. ആ സിനിമയിൽ അങ്ങനെയാണ് നമുക്ക് അവസാനം തോന്നുന്നത്. ആ ബോക്സിങ്ങിൽ തോന്നുമ്പോൾ നമുക്ക് അങ്ങനെയാണ് നമുക്കും ആ സിനിമ കാണുമ്പോൾ തോന്നിയത്. പിന്നെ നെഗറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്ത് വിജയരാഘവൻ ജസ്റ്റ് ഒരു സംഭവം ഒരു വീഡിയോ കണ്ടതിന് ശേഷം പെട്ടെന്ന് ഈ നമ്മുടെ നായകന്റെ അടുത്തേക്ക് വരികയാണ്. അതിനൊരു പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. അതായത് വിജയരാഘവന്റെ റോള് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ റോള് അദ്ദേഹത്തിന്റെ ഇമോഷണലി എന്തെങ്കിലും നമുക്കൊരു കണക്ഷൻ കിട്ടാത്ത ഈ ഒരു പെപ്പയുടെ അടുത്തേക്ക് വന്നിട്ട്, പെപ്പയുടെ ക്യാരക്ടറിന്റെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് പോവുകയാണ് ഈ ബോക്സിംഗ് പഠിപ്പിക്കാനൊക്കെ. അതിന് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒന്നെങ്കിൽ ഈ വിജയരാഘവൻ എന്ന് പറഞ്ഞ ആള് നേരത്തെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ വേണമല്ലോ ഈ ഒരു നായകനുമായിട്ട്. അതൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ ഇതിനകത്ത് പ്രത്യേകിച്ചൊരു കഥ എന്ന് പറയാൻ അത്ര ഡീപ്പായിട്ടുള്ള കഥയൊന്നും ഇല്ല. ഒരു ത്രെഡ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളധികം സിനിമയിലൊന്നും മലയാള സിനിമയിലൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ത്രെഡാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് സോങ്സ് ഒക്കെ ഒന്ന് രണ്ട് സോങ്സ് ഒക്കെ കുഴപ്പമില്ല. നമ്മളെ കഥയുമായിട്ട് യോജിച്ച് പോകുന്ന രീതിയിൽ, അതായത് കഥയിലെ സീൻസ് ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ സോങ്സ് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആ സോങ്സിനെ നമുക്ക് കുറ്റം പറയാൻ തോന്നുന്നില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ 2-3 സോങ്സ് വേണമെങ്കിൽ ഒഴിവാക്കാൻ തോന്നി. ഒരു 2.5 മണിക്കൂർ സിനിമയുണ്ട്. കുറച്ച് ഒരു 1-2 സോങ്സ് കട്ട് ചെയ്തിട്ട് അത് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇവർ ഈ വലിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഈ നമ്മുടെ ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് വന്ന് വലിക്കുന്ന സീൻ അത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു തോന്നി. കാരണം ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ലെങ്സ് ഒക്കെ നല്ല എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് നല്ല ബോഡി ഫിറ്റ് ആയിട്ട് നിൽക്കേണ്ട ഈ സമയത്ത് ഇടയ്ക്ക് വന്ന് വലിക്കുന്ന ഒരു മോശമായിട്ട് തോന്നി. മൊത്തം ആവറേജ് ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. അത്ര നല്ലതും അല്ല, എന്നാൽ അത്ര കുഴപ്പമില്ല. തിയേറ്ററിൽ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാം. കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഫീലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു എബോവ് ആവറേജ്, ഒരു 60%, 10-ൽ ഒരു 6 മാർക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് നല്ല സിനിമയായിട്ട് തോന്നിയേക്കാം, ചിലർക്ക് മോശം സിനിമയായിട്ട് തോന്നിയേക്കാം. എനിക്ക് എന്ത് പറഞ്ഞാൽ തിയേറ്ററിൽ ആള് കുറവാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ ഞായറാഴ്ചയ്ക്ക് ആൾ കൂടുതൽ ഉണ്ടായേക്കാം. സോ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു വാച്ചബിൾ അനുഭവമായിട്ടാണ് എനിക്ക്
തോന്നിയത്. സോ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.